ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് എയർലൈൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഹിസ്റ്ററി, അതിനുശേഷം നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയും പറഞ്ഞിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ ആദ്യം ചെയ്ത വീഡിയോൻ്റെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു പാർട്ട് 2 വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ടോപ്പിക് എടുത്തിട്ടുള്ളത് ടൈപ്സ് ഓഫ് എയർലൈൻസ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊക്കെ ടൈപ്സ് ഓഫ് എയർലൈൻസ് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് എയർലൈൻസ് നമുക്ക് നോർമലി അറിയാറുണ്ട് അല്ലേ. ഒന്ന് ഇൻ്റർനാഷണൽ എയർലൈൻസുകൾ, മറ്റൊന്ന് ഡൊമസ്റ്റിക് എയർലൈൻസ്. എന്നാൽ ഇത് കൂടാതെ എയർലൈൻ ഇൻഡസ്ട്രിയെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരുപാട് രീതിയിലുള്ള എയർലൈൻസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് എയർലൈൻസ്. Scheduled airlines are scheduled to fly a particular time on a regular basis, daily or weekly basis, etc. and will fly with only passengers on. ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് ആ പേരിലുള്ള പോലെ തന്നെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ ദിവസത്തിലേക്ക് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അത് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ എയർബസിൻ്റെ 330 എടുക്കുകയാണെങ്കിൽ ആ എയർബസ് 330 എന്ന് പറയുന്ന ഫ്ലൈറ്റ് നാളെ രാവിലെ 3 മണിക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നാളെ പുലർച്ചെ 3 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു 7 മണിയോട് കൂടി ഇന്ന ഡെസ്റ്റിനേഷനിലെത്തും. ഇതെന്താണ്, ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്. ഇത്തരം ഫ്ലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസഞ്ചേഴ്സിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് യാത്രകൾ പോകുന്നത്. അതായത് പാസഞ്ചേഴ്സിനെയും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് എയർലൈൻസുകൾ എന്ത് ചെയ്യുന്നത് ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് പറയാം. രണ്ടാമത്തത് നോൺ ഷെഡ്യൂൾഡ് എയർലൈൻസ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് എയർലൈൻസ് എന്താണോ പറഞ്ഞ് അതിൻ്റെ നേരെ വിപരീതമാണ് എന്ത് നോൺ ഷെഡ്യൂൾഡ് എയർലൈൻസ് എന്ന് പറയുന്നത്. നോൺ ഷെഡ്യൂൾഡ് എയർലൈൻസ് ഈസ് ഓൾസോ നോൺ ആസ് ചാർട്ടേഡ് ഫ്ലൈറ്റ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഒരു ഫ്ലൈറ്റിനെ ചാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അതിനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് വിളിക്കാറുള്ളത്. ഇപ്പോൾ തന്നെ ഈ കോവിഡ് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഫിനാൻഷ്യലി ഫിറ്റ്നസ് ഉള്ള ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവരുടെ ആവശ്യത്തിന്, അവരുടെ കൺവീനിയൻസിന്, അവർക്ക് എപ്പോഴാണോ പോകേണ്ടത് അതിനനുസരിച്ച് എത്ര പേരെയാണോ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ രീതിയിലേക്കുള്ള ഫ്ലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ വാടകയ്ക്ക് എടുക്കുക. ഒന്നുകിൽ എന്തായിരിക്കും പെർ കിലോമീറ്ററിനായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഹവർലി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ പേരിൽ എന്താണ്, നമ്മളൊരു എമൗണ്ട് കൊടുത്തും കൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലൈറ്റിനെയും പൈലറ്റിനെയും ക്രൂസിനെയും എന്ത് ചെയ്യാണ് ഒരു ദിവസത്തേക്ക് നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സമയത്തേക്ക് നമ്മൾ വാടകയ്ക്ക് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഫ്ലൈ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഡിമാൻഡ് ഓൺ ബേസിസിലാണ്. അതായത് ഇപ്പോൾ എനിക്ക് കൊച്ചിയിൽ നിന്ന് പോകേണ്ടത് കോലാലംപൂരിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഞാനത് ചാർട്ട് ചെയ്യാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, എനിക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് പോകേണ്ടത് അമേരിക്കയിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഞാൻ അത് ചാർട്ട് ചെയ്യാണ്. സോ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് എയർലൈൻസ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നത് ആരുടെ ഡിമാൻഡ് ഓൺ ബേസിസിലാണ്, ആരാണോ കസ്റ്റമർ അയാളുടെ ഡിമാൻഡ് ഓൺ ബേസിസിലാണ്. ഇതിനുവേണ്ടി നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റുകൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തത് എയർ ടാക്സി. ഇപ്പോൾ നമ്മൾ നോൺ ഷെഡ്യൂൾഡ് പറഞ്ഞ പോലെ തന്നെ ഒരു സിമിലർ ആയിട്ട് കിടക്കുന്ന ഒരു കൺസെപ്റ്റാണ് എയർ ടാക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ടാക്സി വിളിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഫ്ലൈറ്റിനെ ഒരു ടാക്സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എയർ ടാക്സി എന്ന് പറയുന്നത്. ആൻഡ് എയർ ടാക്സി ഈസ് ആൻ എയർ ചാർട്ടേഡ് പാസഞ്ചർ ഓർ കാർഗോ എയർക്രാഫ്റ്റ് വിച്ച് ഓപ്പറേറ്റ് ആൻഡ് ഡിമാൻഡ് ഓൺ ബേസിസ്. In 2001, air taxi operation was popularized in the United States by NASA. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നേരത്തെ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഡിമാൻഡ് ഓൺ ബേസിസിൽ ഒന്നുകിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലഗേജസോ മറ്റെന്തെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എയർ ടാക്സി എന്ന് പറയുന്നത്. 2001 കാലഘട്ടത്തിൽ അമേരിക്കയിൽ എയർ ടാക്സി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നാസ മുന്നിട്ട് വരുന്നുണ്ട്. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണെന്ത് നാസ എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ആ ഒരു സ്പേസ് ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എയർ ടാക്സി പോപ്പുലറൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. ബേസിക്കലി ഇതും എന്താണ് ഫ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡിമാൻഡ് ഓൺ ബേസിസിലാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം ഫ്ലൈ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡൊമസ്റ്റിക് എയർലൈൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് എയർലൈൻസ് എന്താണ്, ഏത് രാജ്യത്താണോ ഫ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് ടെറിട്ടറിയുടെ അകത്ത് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൊമസ്റ്റിക് എയർലൈൻസുകൾ എന്ന് പറയുന്നത്.
അതായത് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് ടെറിട്ടറി വിട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് പോകുന്നില്ല, മറിച്ച് ആ രാജ്യത്തിനകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക എയർപോർട്ടുകളെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നത്. മറിച്ച് ആ രാജ്യത്തിൻ്റെ എക്കണോമി, അതായത് എക്കണോമിക് ടെറിട്ടറി വിട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, പുറത്തു പോകുന്നില്ല. അത്തരത്തിൽ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമസ്റ്റിക് എയർലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇൻ്റർനാഷണൽ എയർലൈൻസ്. ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്താ, ഒന്നെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ, അതായത് എക്കണോമിക് ടെറിട്ടറി ക്രോസ് ചെയ്യുന്നുണ്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് ഒന്നിലധികം രാജ്യങ്ങളിലേക്കോ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്ന് ഒന്നിലധികം രാജ്യങ്ങളിലേക്കോ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുക എന്നുള്ളത് മാത്രമല്ല, ഒരു രാജ്യത്ത് നിന്ന് ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ എയർലൈൻസുകളായിട്ട് നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കമ്മ്യൂട്ടർ എയർലൈൻസുകളാണ്. കമ്മ്യൂട്ടർ എയർലൈൻസ് ഓൾസോ നോൺ ആസ് ഷട്ടിൽസ്. കമ്മ്യൂട്ടർ ഫ്ലൈറ്റ് ഈസ് ആൻഡ് ഷോർട്ട് ഹോൾ പ്ലൈൻ. ഷോർട്ട് ഹോൾ പ്ലൈൻ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. In which people typically use to commute between work and home. Commuter flight are which travel from a small region airport to a main region and are usually domestic flight. ഇത് വളരെ ചെറിയ സമയമെടുത്ത്, അതായത് ഒരു 3 മണിക്കൂറിന് താഴെ സമയമെടുത്തുകൊണ്ട് നോർമലി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള വളരെ ചെറിയ 1-2 സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂട്ടർ എയർലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഒന്നെങ്കിൽ എന്താണ്, ചെറിയ എയർപോർട്ടുകളിൽ നിന്ന് വലിയ എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒന്നിൽ കൂടുതൽ എയർപോർട്ടിലേക്കുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂട്ടർ എയർലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂട്ടർ ഫ്ലൈറ്റ് ഈസ് എ ഷോർട്ട് ഹോൾ പ്ലൈൻ. ഷോർട്ട് ഹോൾ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് പ്രസ് ചെയ്യാത്ത. 3 മണിക്കൂറിൽ താഴെ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ഹോൾ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തിൽ ചെറിയ രീതിയിലുള്ള ചെറിയ യാത്രകൾ നടത്തുന്ന, ഒന്നുകിൽ ചെറിയ എയർപോർട്ടിൽ നിന്നൊരു വലിയൊരു മേജറായിട്ട് കിടക്കുന്ന ഒരു എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് തന്നെ ചെറിയ സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂട്ടർ എയർലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു പോയ ഷോർട്ട് ഹോൾ എയർലൈൻസ്. ഇറ്റ് ഈസ് എ ഫ്ലൈറ്റ് ടേക്കിംഗ് ലെസ് ദാൻ 3 hours to complete their travel. A short haul flight times are quite short. They generally fly for around 4 to 6 times each day. നേരത്തെ നമ്മൾ ഷോർട്ട് ഹോൾ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിരുന്നു. 3 മണിക്കൂറിൽ താഴെ ഫ്ലൈ ചെയ്യാനെടുക്കുന്ന സമയത്തിലുള്ള ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഷോർട്ട് ഹോൾ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ 2 മണിക്കൂറിന് താഴെ സമയം മതി. സോ അതെന്താണ്, ഒരു ഷോർട്ട് ഹോൾ ഫ്ലൈറ്റ് ആണ് അല്ലേ. മേ ബി നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഒരു 3 മണിക്കൂറിൽ അധികം സമയം എടുക്കുന്നെങ്കിൽ എന്താണ്, നമ്മൾ അതിനൊരിക്കലും ഷോർട്ട് ഹോൾ ഫ്ലൈറ്റ് എന്ന് പറയില്ല. ഇവിടെ 3 മണിക്കൂറിൽ കുറഞ്ഞ സമയമെടുത്ത് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ഹോൾ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. വളരെ ചെറിയ ഡിസ്റ്റൻസിലേക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഫ്ലൈറ്റുകളെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു ദിവസം എന്താണ്, ഒന്നുകിൽ 4 മുതൽ 6 തവണയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്തരം ഫ്ലൈറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ഹോൾ എയർലൈൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ലോങ് ഹോൾ എയർലൈൻസ്. ലോങ് ഹോൾ ഫ്ലൈറ്റ് ജേർണി ടിപ്പിക്കലി മെയ്ഡ് ബൈ വൈൽഡ് ബോഡി എയർക്രാഫ്റ്റ് സച്ച് ആസ് ബോയിങ് 767, ബോയിങ് 777 or 777, Airbus A330, Airbus 340. ഈ എയർബസ് അല്ലെങ്കിൽ ബോയിങ് എന്നൊക്കെ പറയുന്നത് ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലുതായിട്ടുള്ള ജംബോ ഫ്ലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർബസ് അല്ലെങ്കിൽ ബോയിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഹിസ്റ്ററി ഓഫ് ഈ എയർ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണത് ഈ പറയുന്ന എയർ ടാക്സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റുകളെ കുറിച്ച്. സോ ഇത്തരം ഫ്ലൈറ്റുകളെയാണ് നമ്മൾ നോർമൽ കേസിൽ ലോങ് ഹോൾ ഫ്ലൈറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ദേ ഇൻവോൾവ് ലോങ് ഡിസ്റ്റൻസ് ടിപ്പിക്കലി റിക്വയറിംഗ് ഓവർ 6 hours ടു കവർ ആൻഡ് ആർ ഓഫൺ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ്. ഇവിടെ നേരത്തെ നമ്മൾ ഷോർട്ട് ഹോൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്ന കണക്ക് എത്രയായിരുന്നു, 3 hour താഴെയാണ്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 6 hour മുകളിലേക്ക് പോകുന്ന 12, 13, 14 മണിക്കൂർ എടുത്ത് ഫ്ലൈ ചെയ്യുന്ന കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ഹോൾ എയർലൈൻസുകൾ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്, 6 മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. സോ നോർമൽ കേസിൽ ഇത് ഉപയോഗിക്കുന്ന ഏതൊക്കെ ഫ്ലൈറ്റുകളാണ്,
ബോയിങ് 767, ബോയിങ് 777, എയർബസ് A330, എയർബസ് 340. ഇനി നമുക്ക് ഫൈനലി പറയാനുള്ളത് ലോ കോസ്റ്റ് എയർലൈൻസുകളാണ്. It is also known as discounted or budget carrier or cheap flight. ഒന്നെങ്കിൽ ഡിസ്കൗണ്ടഡ് കാരിയേഴ്സ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കാരിയേഴ്സ്, അല്ലെങ്കിൽ ചീപ്പ് ഫ്ലൈറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോ കോസ്റ്റ് എയർലൈൻസുകൾ അറിയപ്പെടുന്നുണ്ട്. It is a type of airlines generally have a low fare offered, and these airlines may charge extra for airline food, seat allocation, baggage carrying, etc. Currently, largest low-cost carrier is Southwest Airlines, which operated in United States. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ ഡിസ്കൗണ്ടഡ് എയർലൈൻസ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കാരിയർ, അല്ലെങ്കിൽ ചീപ്പ് ഫ്ലൈറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോ കോസ്റ്റ് എയർലൈൻസ് അറിയപ്പെടുന്നുണ്ട്. ലോ കോസ്റ്റ് എയർലൈൻസിൽ നമുക്ക് ആകെ കിട്ടുന്നത് എന്താണ്, യാത്ര ചെയ്യാനുള്ളൊരു പെർമിഷൻ മാത്രമാണ്. മേ ബി നമ്മുടെ കയ്യിൽ ഒരു 10 കിലോ ലഗേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ പൈസ കൊടുക്കണം. നോർമലി നമ്മുടെ കയ്യിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഡ്രിങ്ക്സ് കഴിക്കണം, അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഫുഡ് കഴിക്കണം, മീൽസ് കഴിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. മേ ബി നമുക്കൊരു ന്യൂസ് പേപ്പർ വായിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമുക്ക് ഈ പറയുന്ന രീതിയിൽ സീറ്റ് അലോക്കേഷൻ മാറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. സോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നോർമൽ കേസിൽ ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിലൊരു യാത്ര ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള സീറ്റുകൾ, ഇപ്പോൾ നമുക്ക് വിൻഡോ സീറ്റ് വേണമെന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാറുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, നോർമൽ കേസിൽ നമുക്കൊരു ചെറിയ മീൽ ഫുഡ് കിട്ടാറുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടാറുണ്ട്, മ്യൂസിക് സിസ്റ്റം കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടാറുണ്ട്. ഇവിടെ ഇതൊന്നും കിട്ടില്ല. ഇവിടെ ആകെ നമുക്ക് എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. മേ ബി നമുക്കൊരു വിൻഡോ സീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്കൊരു ന്യൂസ് പേപ്പർ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്കൊരു മാഗസീൻ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. നമുക്ക് ചെറിയ മീൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമുക്ക് പ്രൈസ് കുറച്ചുകൊണ്ട് കൂടുതൽ യാത്ര എയർലൈൻസിൽ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോ കോസ്റ്റ് എയർലൈൻസുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അതായത് പേയ്മെൻറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു എയർലൈനിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ 2 കിലോ ലഗേജ് ഉള്ളൂ എങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ മതിയാവും ലോ കോസ്റ്റ് എയർലൈൻസിൽ കേട്ടോ. മറിച്ച് നമ്മുടെ കയ്യിൽ ഒരു 10 കിലോ ലഗേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. സോ ഈ രീതിയിലാണ് ലോ കോസ്റ്റ് എയർലൈൻസുകൾ വർക്ക് ചെയ്യുന്നത്. ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈൻസ് ആണ് എന്ത്, സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്നത്. അമേരിക്കയിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് എയർലൈൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഷെഡ്യൂൾഡ് പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന നോൺ ഷെഡ്യൂൾഡ് പറഞ്ഞു. പിന്നീട് എയർ ടാക്സി നമ്മൾ പറഞ്ഞു, ഡൊമസ്റ്റിക് എയർലൈൻസ് നമ്മൾ പറഞ്ഞു, ഇൻ്റർനാഷണൽ എയർലൈൻസ് നമ്മൾ പറഞ്ഞു, കമ്മ്യൂട്ടർ എയർലൈൻസ്, ഷോർട്ട് ഹോൾ എയർലൈൻസ്, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ലോങ് ഹോൾ എയർലൈൻസ്, ആൻഡ് വെരി ഫൈനലി ലോ കോസ്റ്റ് എയർലൈൻസ്. ഇങ്ങനെ 9 ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, എയർലൈൻസുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുക. ഇത് വളരെ വലിച്ചു വാരി നമുക്കൊരു നോട്ട് തരാനൊന്നുമില്ല. നോർമലി ഇത് തന്നെ ആയിരിക്കും അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നത്, നമ്മൾ നോട്ടായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. സോ വളരെ വലിച്ചു വാരി ഒരുപാട് ഫ്ലൈറ്റ് ഇങ്ങനെയാണ് ഇതൊക്കെയാണെന്നുള്ള രീതിയിലൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത മുൻനിർത്തിയും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.